ഹലോ ഗായ്സ്. അപ്പം ഇത് നമ്മൾ ബാക്ക് ടു വർക്ക് പോകുമ്പോഴുള്ള ഒരു വീഡിയോ ആണ്. തത്തേനെ പേടിച്ച് ഞാൻ ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത്. അവളവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കിയിട്ട് മതിയായിരിക്കുന്നു ലാസ്റ്റ്. അങ്ങനെ ഞാൻ ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് വീഡിയോ എടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടൊക്കെ കഴിഞ്ഞ് മുഖം നോക്കിയപ്പോൾ കമ്മൽ കാണാനില്ല. കാരണം ദീപാവലിൻ്റെ അന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ട് കമ്മൽ ഊരിയതാണ് ഗൈസ്. ഇപ്പോഴാണ് കമ്മലിടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മേലെ കുത്തിയിരിക്കുന്ന ഒരു കമ്മലേ കാണാൻ പറ്റുള്ളൂ. ഇപ്പുറത്തെ കമ്മൽ ഇത് ഞരമ്പിൽ കുത്തിയത് കൊണ്ട് തന്നെ അത് ഞാൻ അയച്ചു വെച്ചു. അത് ഉണങ്ങിയിട്ടുമില്ല, പഴുത്തിട്ട് ഗൈസ്. അപ്പോൾ ഞാനത് ഊരി വെച്ച് പിന്നെ അതിൻ്റെ ഓട്ട അടഞ്ഞു. പിന്നെ വീട്ടിൽ പോയിട്ട് കുത്താൻ വിചാരിച്ചത് മറന്നു. അപ്പോൾ തത്തേൻ്റെ അടുത്തൊരു ഹായ് ഒക്കെ പറഞ്ഞ് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഗൈസ് നല്ല മഴയാണ് പുറത്ത്. ഇന്നലെ രാത്രി മുതൽ തുടങ്ങി. നമ്മുടെ നാട്ടിലൊക്കെ മഴയുണ്ടെന്ന് വിചാരിക്കുന്നു. അമ്മേനെ വിളിക്കുമ്പോൾ നല്ല മഴയാന്നൊക്കെയാണ് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു മലയുണ്ട്, തിരുവണ്ണാമല എന്നതാണ് അതിൻ്റെ പേര്. അപ്പം അത് മഞ്ഞ് വന്നിട്ട് കാണാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല അതിൻ്റെ ചുറ്റിനും മലയാണ്, അതൊന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ താഴത്ത് വന്ന്, ഇത് താഴത്തെ അവരുടെ ഒരു മാവാണ് കേട്ടോ. ഇത് ഫുള്ളിപ്പോൾ നിറയെ മാങ്ങ ഉണ്ടായി നിൽക്കുക. നമ്മുടെ നാട്ടിൽ ഓൾമോസ്റ്റ് മാങ്ങ സീസൺ മൊത്തം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി നമ്മൾ കയറുന്നിടത്ത് തന്നെ ഒരു ഗണപതിൻ്റെ അമ്പലമുണ്ട്. അതൊക്കെ തൊഴുത് നമ്മൾ വന്ന് ചായ കുടിച്ച് പിന്നെ ഞങ്ങൾ പോന്നു പൂ പറിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അതിവിടെ അന്ന് കണ്ടില്ലേ, ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഉരുളിയിൽ പൂവിടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് പൂ പറിക്കാൻ പോയത്. ഞാനും തത്തയും കൂടിയാണ് പോയത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചെമ്പരത്തി പൂവും ഉരുളിയിലിട്ട് വെക്കാൻ വേണ്ടി കുറേ പൂവൊക്കെ പറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുണ്ട്, ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും പോയി. കാരണം ഞാൻ മുമ്പിൽ കുറച്ച് പൂ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാനത് പറിക്കാൻ പോയി. പിന്നെ വന്ന് ലാസ്റ്റ് ആരെയും വന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി പൂവൊക്കെ പറിച്ച് അതിൽ വെച്ചു.